ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രാഗൺ ബീഫാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ബീഫും പിന്നെ വീട്ടിലെ കുറച്ച് സാധനങ്ങളും വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ബീഫ് ഇതുപോലെ വലിയ 3 പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതിൽ നന്നായി ഒന്ന് മസാല പുരട്ടി കൊടുക്കാം. അപ്പോൾ മസാല പുരട്ടി കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ബീഫ് ഇത്രയും വലിയ പീസുകളാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 3/4 ഭാഗത്തോളം ബീഫ് ഒന്ന് വെന്ത് കിട്ടണം. ഞാനിവിടെ 4 വിസിലടിച്ചിട്ടാണ് ബീഫ് വേവിച്ചെടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇതിൽ ബാക്കി വന്നിട്ടുള്ള ആ വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ബീഫ് തണുത്ത് കഴിയുമ്പോൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പൊടിഞ്ഞു പോവാതെ കറക്റ്റ് നീളത്തിലായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ എല്ലാ ബീഫും ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, 1.5 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി, പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മാത്രം ആവശ്യമായ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഇതിനൊന്ന് മാവ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. അധികം വെള്ളം കൂടി പോകാൻ പാടില്ല, അതേപോലെ അധികം കട്ടിയാവാനും പാടില്ല. ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്ക് മാവിനെടുക്കാം. അതിനുശേഷം ഈ മാവിലേക്ക് നേരത്തെ നീളനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കുഴയ്ക്കരുത്, അല്ലെങ്കിൽ ബീഫ് ഉടഞ്ഞു പോവും. അപ്പോൾ നമ്മൾ മെല്ലെ ഈ മാവെല്ലാം ബീഫിൽ നിന്ന് പരട്ടി കൊടുക്കാം. ബീഫിൽ മാവെല്ലാം പുരട്ടി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. കൂടുതൽ സമയം വെച്ചുകൊണ്ട് കുഴപ്പമില്ല. അതിനുശേഷം നമുക്കിത് നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ബീഫിൽ മാവെല്ലാം പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മാവൊന്ന് വെന്ത് കിട്ടുകയാണ് വേണ്ടത്. അതുകൊണ്ട് തീ കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ബീഫ് 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വറുത്ത് വരുമ്പോഴേക്കും ബീഫ് കറക്റ്റ് വേവായിട്ടുണ്ടാവും. ഇപ്പോൾ ബീഫ് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ബീഫും നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. ഇനി ഈ ബാക്കി വന്ന എണ്ണയിലേക്ക് ഒരു സവാള ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ എണ്ണ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കി എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ തീ കുറച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. സോയാ സോസും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഡ്രാഗൺ ബീഫിന് ചെറിയൊരു മധുരവും കുറച്ച് എരിവൊക്കെ ആയിട്ട് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ തേൻ ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. തേൻ ചേർത്തൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ ബീഫ് വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്തൊന്ന് നന്നായി തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ബീഫും ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡ്രാഗൺ ബീഫ് റെഡി ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി എല്ലാം ഈ ബീഫിൽ നന്നായി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ്സ് തന്നെ അറിയിക്കുക. അതേപോലെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.